പ്രണയം ഒരു ട്രാപ്പ് ആക്കിക്കൊണ്ടുള്ള മതം മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്നുണ്ടെന്നുള്ളത് പച്ചയായ സത്യമാണ്. ഇന്ന് ആർഷവിദ്യാ സമാജത്തിലേക്ക് വരുന്ന ഒട്ടുമിക്ക മതപരിവർത്തന കേസുകൾക്കും ലവ് ട്രാപ്പ് ജിഹാദിന് ഇരയായിട്ടുള്ള പെൺകുട്ടികളും വരാറുണ്ട്. എൻ്റെ പൊന്നു സഹോദരി, ആദ്യം ജിഹാദ് എന്താണെന്ന് മനസ്സിലാക്ക്. ജിഹാദ് എന്നാൽ പരിശ്രമം, സമരം എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഉള്ളടക്കം നന്മ നിലനിർത്തുകയും തിന്മയെ പ്രതിരോധിക്കുകയും ചെയ്യുക മാത്രമല്ല, ചില സമയങ്ങളിൽ സ്വയരക്ഷക്കായിട്ടുള്ള പ്രതിരോധത്തിനും ജിഹാദ് എന്ന് വിളിക്കാറുണ്ട്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലവ് ട്രാപ്പ് എന്നൊരു സംഭവമേ ഈ ജിഹാദിലില്ല. ഇനി ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വലിയ സംശയമുണ്ടെങ്കിൽ ഇതാ ജമീനി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ജിഹാദ് എന്നത്. ഇസ്ലാമിൽ എന്താണ് ജിഹാദ് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ജിഹാദ് എന്നത് ഒരു ബഹുമുഖമായ ആശയമാണ്. ഇതിനെ പ്രധാനമായും 3 തലങ്ങളിൽ കാണാം. ഒന്ന്, ആത്മീയ ജിഹാദ്. ഇത് ഒരാളുടെ ഉള്ളിലുള്ള തിന്മകളോടും മോശം പ്രവണതകളോടും നടത്തുന്ന പോരാട്ടമാണ്. സ്വയം മെച്ചപ്പെടാനും ദൈവത്തോട് അടുക്കാനുമാണ് ഇത്. 2, സാമൂഹിക ജിഹാദ്. സമൂഹത്തിൽ നന്മയും നീതിയും നിലനിർത്താനും അനീതിക്കെതിരെ പോരാടാനുമുള്ള പ്രയത്നം. 3, സൈനിക ജിഹാദ്. ഇത് സ്വയരക്ഷയ്ക്കോ അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കാനോ വേണ്ടിയുള്ള സൈനികമായ പ്രവർത്തനമാണ്. അല്ലാതെ നിരപരാധികളെ ആക്രമിക്കാനോ മതം അടിച്ചേൽപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത ലഭിച്ചോ? ഓരോ മണ്ടത്തരങ്ങൾ ഈ മൈത്രേയനും ആരിഫ് ഹുസൈനും ഒക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്താൻ നിൽക്കരുത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ലവ് ട്രാപ്പ് നടത്തി ഇനിയിപ്പോൾ ഒരാൾ മുസ്ലിമാ എന്നിരിക്കട്ടെ, ഒരിക്കലും അയാൾ മുസ്ലിം ആവുകയില്ല. കാരണം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സ്വയം മനസ്സുകൊണ്ട് അംഗീകരിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ ഒരാള് മുസ്ലിം ആവുകയുള്ളൂ. ബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രേമിച്ചും ഒരാളെ ഇസ്ലാമിലോട്ട് കൊണ്ടുവന്നാലൊന്നും അയാൾ മുസ്ലിം ആവത്തില്ല. അങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായി ഇസ്ലാം എതിരാണ്. അത് ആദ്യം സഹോദരി മനസ്സിലാക്കണം. സ്നേഹിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരിക്കലും മതപരമായി ഇതിനൊരു ബന്ധവുമില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഒരു പെണ്ണിനെ മുസ്ലിം ആക്കുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു പക്ഷേ ആ പെണ്ണ് സ്വയം അംഗീകരിച്ചു കൊണ്ട് കടന്നു വരുന്നതായിരിക്കും. മനസ്സിലായ കാര്യങ്ങൾ?